വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു യുവതി, വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം സംസാരിക്കുന്ന യുവതി. അവർ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുമെന്ന് അവരെ പരിചയമുള്ള ഒരാളും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ആ സ്ത്രീയുടെ പേരായിരുന്നു യൂക്ക താക്കയോക്ക. അപ്പോൾ യുകെയുടെയും അതുപോലെ തന്നെ ഫിനിക്സ് ലൂണ എന്ന് പറയുന്ന ഒരാളുടെയും സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവരെക്കുറിച്ച് പറയുന്നത് റിയൽ ലൈഫ് ആൻഡ്രേ ആണെന്നുള്ളതാണ്. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യെസ്, അപ്പോൾ ഈ ഒരു യുകെയുടെയും അതുപോലെ തന്നെ ഫീനിക്സിൻ്റെയും സ്റ്റോറി തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഒക്ടോബർ മാസം 2018 ജപ്പാനിലെ ടോക്കിയോയിലാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. അവിടെ ഷിൻജുക്കു എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലായിരുന്നു യൂക്ക താമസിച്ചിരുന്നത്. ഈ ഷിൻജുക്കുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എൻ്റർടൈൻമെൻറ്റ് ഡിസ്ട്രിക്റ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അത് ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ്. ഒരുപാട് ക്ലബ്സ്, കരോക്കെ ബാർസ്, അതേപോലെ തന്നെയുള്ള എന്താ പറയുക, ഒരുപാടധികം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെയുണ്ട്. അവിടെയായിരുന്നു യൂക്ക ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. 19ാമത്തെ വയസ്സിൽ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷം അവിടെ ഒരു ഹോസ്റ്റസ് ബാറിലായിരുന്നു അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടായത്. ജപ്പാനിലെ നൈറ്റ് ലൈഫ് ഇൻഡസ്ട്രിയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേമാണ് ഈ ഒരു ഹോസ്റ്റസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് കമ്പനി കൊടുക്കുക. അതായത് നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ അവർ ഹയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ മദ്യപിക്കാനും മറ്റൊക്കെ ബാറിലോട്ട് വരുന്ന ടൈമിൽ, അതായത് അവർ ക്ലബിലോട്ട് വരുന്ന ടൈമിൽ അവർക്ക് കമ്പനി കൊടുക്കുക, അവരെ കൊണ്ട് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യിപ്പിക്കുക, അവരായിട്ട് ഫ്ലേർട്ട് ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു ഹോസ്റ്റസ്മാരുടെ പണി. യെസ്, ഹൈഫൈ ഫീമെയിൽ എംപ്ലോയീസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ആളുകളായിരിക്കും അവിടുത്തെ കസ്റ്റമേഴ്സ്. അത്തരത്തിലുള്ളൊരു സ്ഥലത്തായിരുന്നു യൂക്ക വർക്ക് ചെയ്തിരുന്നത്. പിന്നെ യൂക്ക ഒരു ആനിമെ ഫാൻ ആയിരുന്നു. കോസ്പ്ലേസും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാറുണ്ടായിരുന്നു. അതായത് ആനിമെ ക്യാരക്ടേഴ്സിൻ്റെ പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട്, മേക്കപ്പ് ഒക്കെ ഇട്ടിങ്ങായിട്ട്, അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിങ്ങായിട്ട് ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബി ആയിരുന്നു. ഒരു ഷൈ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരുന്നു യുകെയുടേത്. വലിയ പരിചയമൊന്നുമില്ലാത്ത ആളുകളുടെ അടുത്ത് അങ്ങനെ അധികമൊന്നും സംസാരിക്കില്ല. എന്നാൽ നന്നായി പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംസാരം നിർത്തുകയില്ല. അതേപോലെ തന്നെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന യാതൊരു കൂട്ടത്തിലും ആയിരുന്നില്ല അവർ. എന്നാൽ അവരുടെ ആനിമെ കോസ്പ്ലേ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും ആൻഡ്രേ ക്യാരക്ടേഴ്സിനെ ആയിരുന്നു ചെയ്തിരുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു സ്പെഷ്യൽ പേഴ്സണാലിറ്റിയാണ്. വളരെ കൈൻഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള സ്ത്രീകളാണ്. എന്നാൽ പ്രണയത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര പൊസസീവും ആവും, അതേപോലെ തന്നെ ഭയങ്കര വയലൻറ്റും ആവും. ഇത്രത്തോളം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. യുകെ അങ്ങനെ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒക്ടോബർ മാസം അവർ ഫീനിക്സ് ലൂണയെ പരിചയപ്പെടുന്നത്. ഈ ഫീനിക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളും ഒരു ഹോസ്റ്റ് ആയിരുന്നു. ഇതേപോലെ തന്നെ ഒരു ഹോസ്റ്റ് ബാറിലായിരുന്നു ആൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഫ്യൂഷൻ നൈറ്റ് ക്ലബ്ബ് എന്നായിരുന്നു ആൾ വർക്ക് ചെയ്തിരുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഹോസ്റ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റസ് ക്ലബിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ല ചാമിങ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള മെയിൽസ് ആയിരിക്കും അവിടെ ഇതേപോലെ തന്നെ മദ്യവും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ ഹൈ എൻഡ് ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും. അപ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യുക, അവരായിട്ട് ഫ്ലേർട്ട് ചെയ്യുക, അവർക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഹോസ്റ്റുകളുടെ പണി. അപ്പോൾ ഈ ഒരു ഫീനിക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ലീഡർ ബോർഡിലത്തെ സാന്നിധ്യമായിരുന്നു. അതായത് അവിടുത്തെ നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ഹോസ്റ്റ് ആയിരുന്നു ആൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ ഒരുപാടധികം പൈസ ചിലവാക്കാനും മടിക്കാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ആൾക്ക് ഒരുപാടധികം ക്ലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു യുകെയും ഫീനിക്സും സെയിം ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണലി അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ വർക്കിൻ്റെ സ്കെഡ്യൂളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും സ്കെഡ്യൂളൊക്കെ ഒരേ സമയമാണ്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് അവർക്ക് ഒരുപാടധികം ഫ്രീ ടൈം കിട്ടുകയാണ്. അങ്ങനെ അവരിടക്കിടക്ക് കാണാനായിട്ട് തുടങ്ങി, അങ്ങനെ സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, അവസാനം അവർ ഡേറ്റ് ചെയ്യാനും തുടങ്ങുകയാണ്. എന്നാൽ അവരുടെ റിലേഷൻഷിപ്പ് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുകെ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫീനിക്സ് ആയിക്കോട്ടെ, രണ്ടുപേരും പൈസ ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളോട് ഫ്ലേർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പൊസസീവ്നെസ്സും അതേപോലെ തന്നെ വേറുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. കുശുമ്പ്, അത് ഇത്, അങ്ങനെ അതിൻ്റെ പേരിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. മെയിൻലി യുകെക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം. ഫീനിക്സ് എവിടെ പോയി, എവിടെ നിന്നാണ് വരുന്നത്, എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ എന്താ പറയുക, ആൾ നോക്കാത്ത സമയത്ത് ആളുടെ ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കാനായിട്ട് തുടങ്ങി. അതായത് എക്സ്ട്രീംലി പൊസസീവായിട്ട് ഈ ഒരു സ്ത്രീ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനേറെ പറയുന്നു,
ചില മാസങ്ങളിൽ ആ സ്ത്രീ എന്താ പറയുക ഫീനിക്സിൻ്റെ ബാറിൽ $9,000 വരെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീനിക്സ് വേറെ സ്ത്രീകളെ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. യെസ്, മൂപ്പർ ഏൺ ചെയ്യുന്ന വലിയൊരു എമൗണ്ട് നേരെ കൊണ്ടുപോയിട്ട് ഫീനിക്സിൻ്റെ ബാറിൽ കൊണ്ടുപോയിട്ട് അവർ സ്പെൻഡ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ വേറെ ആരെയും കാണാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് അത്രത്തോളം പൊസസീവ് ആയിരുന്നു അവർ. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു ദിവസം വന്നെത്തുന്നത്, മെയ് 23, 2019. അപ്പോൾ ഇവർ രണ്ടുപേരും ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് വലിയ കുഴപ്പമില്ലാതൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UK ആണെന്നുണ്ടെങ്കിലും അവരുടെ ജോലിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫീനിക്സ് ആണെന്നുണ്ടെങ്കിലും ജോലിയിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് UK കുറച്ച് ദിവസം തൻ്റെ ക്ലബ്ബിൽ നിന്ന് ലീവ് എടുക്കുന്നത്. അവരുടെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിനും മറ്റും വേണ്ടിയിട്ടായിരുന്നു അവർ ലീവ് എടുത്തത്. അപ്പോൾ അവർ നേരെ ഫീനിക്സിനെ വിളിക്കുകയാണ്. ഞാനിങ്ങനെ അപ്പാർട്ട്മെൻറ്റിലാണ്, എനിക്ക് കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങോട്ടൊന്ന് വരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെന്ന് ആളോട് ചോദിച്ചു. ആളതിന് ഓക്കെയും പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസത്തെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ കുറച്ചധികം ലേറ്റായിട്ടായിരുന്നു ആൾ നേരെ ആ ഒരു പെൺകുട്ടിയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തിയത്. അപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തിയപ്പോഴത്തേനും ആളാകെ എക്സോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ലോങ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ആകെ നേരെ ഇങ്ങോട്ട് ഓടിയെത്തി ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ യുക്കനോട് ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. നേരെ അവിടുത്തെ ബാത്റൂമിൽ കയറി ബാത്ത് ടബിൽ കിടന്ന് ആൾ ചെറുതായിട്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങാണ്. ആ ഒരു സമയത്ത് UK എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫീനിക്സിൻ്റെ ഫോൺ എടുക്കുകയായിരുന്നു. എന്നിട്ട് ആളുടെ ഗാലറിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ആൾ ഒരു സ്ത്രീയുമായിട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുകയാണ്. മേ ബി അതൊരു ക്ലയൻ്റ് ആയിരിക്കാം. അതായത് ആ ആളെ പൈസ കൊടുത്തും കയറ്റി ഇതേപോലെ തന്നെ പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പതിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണത്. അവരുടെ ജോലി അതാണ്. സോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും UK ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഫീനിക്സ് ഇത്തിരി അകൽച്ച കാണിക്കുന്നുണ്ട്. ഫീനിക്സ് ബാറിൽ ഭയങ്കര ബിസി ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ വേറൊരു ഫോട്ടോയും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവൻ തന്നെ ചതിക്കുകയാണ്, ഈ ഒരു സ്ത്രീയോടൊപ്പം ഇവൻ തന്നെ ചീറ്റ് ചെയ്യുകയാണ് തുടങ്ങിയിട്ടുള്ള ചിന്തയായിരുന്നു UKക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഫീനിക്സ് ഇതൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ആൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. അതേപോലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നേരെ തന്നെ ആൾ ആ ഒരു ബെഡിൻ്റെ അടുത്തോട്ട് വരാണ്, റൂമിൽ. അപ്പോൾ UK അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. UK ഉറങ്ങാണെന്ന് വിചാരിച്ചിട്ട് ആൾ നൈസായിട്ട് UKയുടെ അടുത്ത് പോയിട്ട് കിടക്കുകയാണ്. ഓൾറെഡി നന്നായിട്ട് എക്സോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് കൊണ്ടും നല്ലൊരു കുളി കഴിഞ്ഞതുകൊണ്ടും കിടന്ന ഉടനെ തന്നെ ഈ ഒരു ഫീനിക്സ് ഉറങ്ങി പോവുകയായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ തൻ്റെ പാർട്ട്ണർ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരാൾ ചെയ്യുക? പാർട്ട്ണറിനെ കൺഫ്രണ്ട് ചെയ്യുക എങ്ങനെയായിരിക്കും? അതായത് എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂ എന്ന് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി വയലൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും അടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയായിരിക്കും. എന്നാൽ UK ഇത് പ്രോസസ്സ് ചെയ്തത് എൻറ്റയർലി വേറൊരു രീതിയിലാണ്. അതായത് ഫീനിക്സ് ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ വയറ്റിൽ എന്തോ ഒരു ഭയങ്കര ഡിസ്കംഫേർട്ട്. അപ്പോൾ എന്താണെന്നറിയുന്നതിന് വേണ്ടിയിട്ട് ആൾ പെട്ടെന്നുകൊണ്ട് തന്നെ കണ്ണ് തുറന്ന് നോക്കുകയാണ്. ആൾ കണ്ണ് തുറന്ന് താഴോട്ട് വയറ്റിലോട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് ചോര വരുന്നു. അതേപോലെ തന്നെ ഒരു കത്തി കുത്തിയിട്ടുമുണ്ട്. ആളൊന്ന് തലപൊക്കി നോക്കിയപ്പോൾ UK ഇങ്ങനെ വളഞ്ഞു നിന്നിട്ട് ആളെ കുത്തുകയാണ്. അപ്പോൾ പെട്ടെന്നുകൊണ്ട് തന്നെ ആൾ UKയെ തള്ളി മാറ്റിയിട്ട് ആ ഒരു അഡ്രിനാലിൻ റഷിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. UK ഇയാളുടെ പിന്നാലെ പോയി ഇയാളെ പിടിച്ചു. എന്നാൽ ഇയാൾ അത്യാവശ്യം ഫിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ തള്ളി മാറ്റി ആ ഒരു അപ്പാർട്ട്മെൻറ്റ് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നു. നേരെ എങ്ങനെയൊക്കെയോ ആൾ ലിഫ്റ്റിൻ്റെ അവിടോട്ട് എത്തി. ലിഫ്റ്റിൽ കയറി നേരെ ആൾ ലോബിയിൽ വന്നിറങ്ങി. അപ്പോൾ ലിഫ്റ്റ് തുറന്ന് ആളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാരെല്ലാവരും നോക്കുന്നുണ്ട്. അതായത് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുറച്ചടി വെച്ചപ്പോഴത്തേനും ആളുടെ കോൺഷ്യസ്നെസ് പോവുകയാണ്. ആൾ അവിടെ നിലത്ത് വീഴുകയും ചെയ്തു. അപ്പോഴത്തേനും UK പിന്നാലെ ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് UK നേരെ ചെന്ന് കയറ്റി ആളുടെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോഴത്തേനും ഈ വിവരവും കാര്യങ്ങളൊക്കെ ആളുകൾ കണ്ടിട്ട് പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആംബുലൻസിനെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആൾ വീണ് കിടന്ന സ്ഥലത്ത് ബ്ലഡ് ഇങ്ങനെ പൂൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് UK ചെന്നിരിക്കുന്നുണ്ടായിരുന്നത്. UK ആളുകൾ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും അങ്ങോട്ട് പോകാനായിട്ട് ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീ അവരെയും അറ്റാക്ക് ചെയ്താലോ എന്നുള്ളൊരു ഭയം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനാണ് പോലീസുകാർ വരുന്നത്. അപ്പോൾ UK എന്താ ചെയ്തുകൊണ്ടിരുന്നിരുന്നതെന്ന് അറിയോ? അവർ അവിടെ ഇരുന്നങ്ങേറ്റ് വളരെ കാഷ്വലായിട്ട് ഒരു സിഗരറ്റും വലിച്ചും കയറ്റി തൻ്റെ ഒരു ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ കോൾഡായിട്ടുള്ള ആ ഒരു ഇമേജ് വലിയ രീതിയിൽ തന്നെ വൈറലാവുന്ന ഒരു സിറ്റുവേഷനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ UK ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫീനിക്സിൻ്റെ ബ്ലഡും വെച്ചിട്ട്. ഐ ലവ് യു എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇയാളെ കുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസുകാർ കണ്ടെടുത്തു. അതേപോലെ തന്നെ ആ ഒരു ലെറ്ററും എടുത്തു. അതേപോലെ തന്നെ ഈ സ്ത്രീയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു.
എന്നിട്ട് ഈ ഒരു സ്ത്രീയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത്, എന്തിനാണ് അയാളെ കൊല്ലാൻ നോക്കിയതെന്നുള്ളത്. അപ്പോഴാണ് യൂക്ക മറുപടി പറയുന്നത്, ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്, ആകെ വിഷമത്തിലാണ്, ഞാൻ എന്തായാലും മരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെയും കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ, അതായത് ഒരുമിച്ച് ഉണ്ടാവുമല്ലോ. അതായത് അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു അവരിങ്ങനെ പോലീസിൻ്റെ അടുത്ത് പുലമ്പുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ UK പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ മുഖത്ത് വലിയ ഭയമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെപ്രാളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ കൂളായിട്ട് ചിരിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു സൈഡിൽ ഫീനിക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആളെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ്. ആളെ പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞത് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് 20% മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു, ജൂലൈ ഫസ്റ്റ് വീക്കായി. അപ്പോഴത്തേനും ഈ ഫീനിക്സ് ചെറുതായിട്ട് ഇങ്ങനെ റിക്കവർ ആയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അത്രയും ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് ആൾ ജീവിതത്തിലോട്ട് തിരിച്ചെത്തി. അപ്പോൾ ആളുടെ എന്താ പറയുക ഫ്രണ്ട്സിനും ഫാൻസിനും വേണ്ടിയിട്ട് ആൾ ട്വിറ്ററിലൊരു ട്വീറ്റ് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. സോറി, ഞാൻ ജീവനോടെ ഉണ്ട്, ലിവറിലാണ് എനിക്ക് കുത്ത് കിട്ടിയത്, അത് കാരണം എനിക്കിനി കുടിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ആളുടെ ട്വീറ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ആൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. അതായത് ആൾ യൂക്കക്ക് മാപ്പ് കൊടുക്കുകയായിരുന്നു. അതായത് ഇതിന് ശേഷം ഈ ഫീനിക്സിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോൾ ഫീനിക്സ് UK കുറിച്ചിട്ട് മോശമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. UKയോട് ഒരു ദേഷ്യവും ഫീനിക്സ് കാണിച്ചില്ല. എന്തിനേറെ പറയുന്നു, ആ ഒരു കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയുടെ അടുത്ത് UKക്ക് ശിക്ഷ കുറച്ചു കൊടുക്കുമോ എന്നുള്ളൊരു കാര്യം വരെ ഫീനിക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2019 ഡിസംബറിൽ ജഡ്ജ് ഈ ഒരു UKക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു. 3 വർഷവും 6 മാസവും തടവ് ശിക്ഷയായിരുന്നു UKക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ സെറ്റിൽമെൻ്റ് ആയിട്ട് ഒരു 5 മില്യൺ yen കൊടുക്കാനും ഉത്തരവുണ്ടായിരുന്നു. അതായത് അറൗണ്ട് ഒരു 45,000 to 50,000 ഇടയിൽ, അത്രയും ഡോളേഴ്സാണ് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. കഥ തീർന്നില്ല. ഈ UK ജയിലിൽ പോയല്ലോ. ജയിലിൽ പോയപ്പോൾ UKക്ക് ഭയങ്കര ഫാൻസും കാര്യങ്ങളൊക്കെ കൂടുകയാണ്. അതായത് ഇവർ റിയൽ ലൈഫ് ആൻഡ്രയാണെന്നുള്ളൊരു രീതിയിൽ ഒരുപാട് ആളുകൾ പറയുകയാണ്. അതായത് ഇവർ ആ ഒരു പ്രണയത്തിൽ അത്രത്തോളം ഇൻവോൾവ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു പൊസസീവ്നെസ് കൊണ്ട് ചെയ്തു പോയതാണ്. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ ജയിലിലൊന്നും കൊണ്ടുപോയിട്ടുണ്ടാവുന്നൊക്കെ പറയുന്ന രീതിയിൽ വരെ അവർക്ക് ഫാൻസ് ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തിനേറെ പറയുന്നു, അവർക്ക് വേണ്ടിയിട്ട് ഒരു GoFundMe ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ $3,800 അവർ റേസ് ചെയ്തു 69 ആളുകളുടെ കയ്യിൽ നിന്നും. പിന്നെ പെട്ടെന്ന് അത് ഷട്ട് ഡൗൺ ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെയും കുറച്ച് പൈസ അവർക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയ് 2023 അവർ റിലീസായിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു യൂക്ക താക്കോക്കയുടെയും അതുപോലെ തന്നെ ഫീനിക്സ് ലൂണയുടെയും കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.